യൂറോപ്പിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ ഡെൻമാർക്കിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ നിസ്കാരവും ബാങ്ക് വിളിയും പൂർണ്ണമായും നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഡെൻമാർക്ക് സർക്കാർ. തങ്ങളുടെ നാട് ഇസ്ലാമാബാദിന്റെ പ്രാന്തപ്രദേശമാകാൻ അനുവദിക്കില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് ഡെൻമാർക്ക് ഭരണകൂടം അവിടെയുള്ള മുസ്ലിം സമുദായത്തിന് നൽകുന്നത്. ഇതോടെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കാണ് കളമൊരുക്കിയിരിക്കുന്നത്. എന്താണ് ഡെൻമാർക്കിൽ ശരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഡെൻമാർക്കിലെ കുടിയേറ്റ മന്ത്രിയായിട്ടുള്ള മോർട്ടൻ ബോട്ട്സ്കോഫ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. രാജ്യത്തെ പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക പ്രാർത്ഥന ആഹ്വാനമായിട്ടുള്ള ബാങ്ക് വിളി പൂർണ്ണമായും നിരോധിക്കാനാണ് അവരുടെ പ്ലാൻ. ഡെൻമാർക്കിലെ വീടുകളുടെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ ഇനി ബാങ്ക് വിളി കേൾക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വളരെ തുറന്നടിച്ച ഒരു ശൈലിയിൽ സംസാരിച്ചത്. ചില സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ഇത് ഡെൻമാർക്കാണോ അതോ ഇസ്ലാമാബാദ് ആണോ എന്ന് പോലും സംശയം തോന്നുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. ഇത് വെറുമൊരു പ്രസ്താവനയല്ല. പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സന്റെ നേതൃത്വത്തിൽ ഇതിനായിട്ടുള്ള നിയമ നടപടികൾ സർക്കാർ വേഗത്തിലാക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഡെൻമാർക്ക് സർക്കാർ എടുത്ത ഒരു തീരുമാനമല്ല ഇത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക വൽക്കരണത്തിനെതിരെ വലിയൊരു ക്ലീനപ്പ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ വർഷം ആദ്യം തന്നെ പൊതുസ്ഥലങ്ങളിൽ മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന ഇസ്ലാമിക വസ്ത്രങ്ങൾക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രാർത്ഥനാ മുറികൾ എടുത്തു മാറ്റാനും സർക്കാർ കർശന നിർദ്ദേശം നൽകി. തങ്ങളുടെ മതേതര സംസ്കാരവും പൊതുസ്ഥലങ്ങളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന യൂറോപ്പിന്റെ ഒരു പുതിയ മുഖമാണ് നമ്മൾ ഇവിടെ ഡെൻമാർക്കിലൂടെ കാണുന്നത്. യൂറോപ്പിലെ ഏറ്റവും കടുത്ത കുടിയേറ്റ നയങ്ങളുള്ള രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. വെറും 5% മാത്രമാണ് അവിടെ മുസ്ലിം ജനസംഖ്യ ഉള്ളതെങ്കിലും അവരുടെ പരസ്യമായിട്ടുള്ള മതപ്രകടനങ്ങൾക്കെതിരെ രാജ്യത്ത് വലിയ ജനരോഷം പുകയുന്നുണ്ട്. 2020-ലും 2025-ലും ബാങ്ക് വിളി നിരോധിക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നിയമമായി മാറിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മെറ്റെ ഫ്രെഡറിക്സൺ മൂന്നാമതും അധികാരത്തിൽ വന്നതോടെ ഭരണകൂടം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഇതിനകം തന്നെ തലസ്ഥാനമായിട്ടുള്ള കോപ്പൻഹേഗനിൽ മൈക്കിലൂടെയുള്ള ബാങ്ക് വിളിക്ക് കർശനമായ വിലക്കുണ്ട്. ചുരുക്കത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിനല്ല, പകരം രാജ്യത്തിന്റെ സംസ്കാരത്തിനും മതേതര നിയമങ്ങൾക്കുമാണ് ഒന്നാം സ്ഥാനം എന്ന് ഡെൻമാർക്ക് അടിവരയിട്ട് പറയുകയാണ്. എന്നാൽ ഇതിനെതിരെ രാജ്യത്തെ ഇസ്ലാമിക സംഘടനകളും കുടിയേറ്റക്കാരും വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നുണ്ട്. തങ്ങളുടെ മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു എന്നാണ് ഇവരുടെ വാദം. എന്തായാലും ഒരു മതത്തിന്റെ പരസ്യമായ ആചാരങ്ങളെ ഒരു രാജ്യം എങ്ങനെയാണ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഡെൻമാർക്ക് മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.